ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ USRT സീരീസിലെ 6th സ്റ്റാൻഡേർഡിലെ സാമൂഹ്യ ശാസ്ത്രം ഭാഗം 2 ഒരു ചാപ്റ്റർ ആണ്. ചാപ്റ്ററിന്റെ പേരെന്താണ് നിങ്ങൾക്ക് അറിയുണ്ടാവും. ഏതാണ്? ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്നതാണ്. ഇന്ന് നമ്മൾ ഹിസ്റ്ററിയുടെ ഒരു എലമെന്റ് ആണ് പഠിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ സാമൂഹിക രൂപീകരണത്തെ കുറിച്ച് വിവരണം നൽകുന്ന പ്രധാന സ്രോതസ്സുകളിൽ ഒന്നാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇരുമ്പു യുഗത്തിന്റെ തെളിവുകൾ നൽകുന്ന മഹാശിലാ സ്മാരകങ്ങളെ കുറിച്ചാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. മഹാശിലാ സ്മാരകങ്ങളെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. ഇപ്പൊ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു പഠനയാത്രയുടെ ഇൻട്രൊഡക്ഷൻ ആണ് തന്നിട്ടുള്ളത്. പഠനയാത്രയുമായി ബന്ധപ്പെട്ട് ചരിത്രശേഷിപ്പുകൾ തേടി എന്ന പഠനയാത്രയുമായി ബന്ധപ്പെട്ട് ഒരു സ്കൂളിലെ കുട്ടികൾ തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി, മുനിയാട്ടുകുന്ന്, കുടക്കല്ലുപറമ്പ് എന്നീ പ്രദേശങ്ങളും ശക്തൻ തമ്പുരാൻ മ്യൂസിയവും സന്ദർശിച്ചു. ഇതെല്ലാം തന്നെ തൃശ്ശൂർ ജില്ലയിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ ഒരു യാത്രയുടെ ഭാഗമായിട്ട് ഒരു യാത്രാ വിവരണക്കുറിപ്പ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, നിരപ്പാർന്ന പ്രദേശത്ത് നിന്ന് കുന്നിൻ മുകളിലേക്ക് ചെറിയ കുറ്റിക്കാടുകൾ, ചെങ്കുത്തായ കയറ്റങ്ങൾ, പാറയിടുക്കുകൾ ഇവയെല്ലാം കടന്നായിരുന്നു ഞങ്ങളുടെ യാത്ര. ഈ യാത്ര ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ശിലകളാൽ നിർമ്മിക്കപ്പെട്ട കൂടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, മുനിയറകൾ എന്നിവ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടു. കുട പോലിരിക്കുന്നവ കൂടക്കല്ല്, തൊപ്പി പോലുള്ളവ തൊപ്പിക്കല്ല്, ഗുഹ പോലെയുള്ളവ മുനിയറകൾ. ഈ പേരുകളും ഇതിന്റെ ഡീറ്റെയിൽസും ജസ്റ്റ് നമ്മൾ തുടങ്ങി വെക്കുകയാണ് ഇവിടെ. ഓക്കെ, നിരവധി നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടവയാണ് ഇവ. ഈ ചരിത്രശേഷിപ്പുകളെ കുറിച്ച് ടീച്ചർ ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു. ഇവയെ കുറിച്ച് കൂടുതൽ അറിയാൻ തൃശൂർ പട്ടണത്തിലെ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ യാത്രയായി. വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടതിന് സമാനമായ ശിലാസ്മാരകങ്ങളുടെ ശേഖരവും മാതൃകകളും അവയുടെ വിവരണവും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം ശിലാസ്മാരകങ്ങളിൽ നിന്നും ശേഖരിച്ച ഇരുമ്പായുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, നാണയം എല്ലാം ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന അനുഭവക്കുറിപ്പില് ഏതെല്ലാം ചരിത്ര ശേഷിപ്പുകളെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ കൂടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ ഇവയൊക്കെയാണ് കണ്ടത്. അതുപോലെ ഇപ്പൊ വലിയ ചെങ്കല്ല് കൊണ്ടോ കരിങ്കല്ല് കൊണ്ടോ ഒക്കെ നിർമ്മിച്ചതായിരിക്കും. മഹാശിലാ സ്മാരകങ്ങൾക്ക് ഉദാഹരണങ്ങൾ കൂടിയാണ് ഇവ. അതും മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയാണ്? മഹാശിലാ സ്മാരകങ്ങളുടെ ശേഖരം, മാതൃകകള്, അവയുടെ വിവരണങ്ങൾ എല്ലാം തന്നെ സൂക്ഷിച്ചിട്ടും ഉണ്ട്. ഇപ്പൊ മഹാശിലായുഗത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കൂടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ എന്നിവയാണ് മഹാശിലാ സ്മാരകങ്ങൾ. മെഗാലിത്തിക് മോണുമെന്റ്സ്. മെഗാ മീൻസ് വലുത് എന്ന അർത്ഥം വരുന്നുണ്ട്. അതുപോലെ ലിത്തിക് എന്നാൽ ശില എന്നാണ് കേട്ടോ അർത്ഥം വരുന്നത്. അപ്പൊ മഹാശിലാ സ്മാരകങ്ങൾ, അതാണ് മെഗാലിത്തിക് മോണുമെന്റ്സ്. അപ്പോ കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് ഇവയെ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. വലിയ ശിലകളോ അല്ലെങ്കിൽ വലിയ ശിലാപാളികളോ കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിനെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? മഹാശിലായുഗം, മെഗാലിത്തിക് ഏജ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള മഹാശിലായുഗത്തിന്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെട്ടു. എവിടെയൊക്കെയാണ്? കേരളത്തിലെ മറയൂർ, ചെരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്ട്, തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂർ, കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങളാണ് എന്നാണ് പറയുന്നത്. കേരളത്തിലെ മറയൂർ, ചെരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്ട്. തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ ആദിച്ചനല്ലൂർ, കർണാടകയിലാണെങ്കിൽ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട എന്നിവയാണ് ഈ പറയുന്ന മഹാശിലായുഗത്തിന്റെ പ്രദേശങ്ങളായിട്ട് കരുതപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ സ്ഥലങ്ങൾ. അപ്പൊ എന്താണ് പൊതുവെ ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്? ദക്ഷിണേന്ത്യ എന്ന് പറഞ്ഞാല് ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകം, തമിഴ്നാട്, നമ്മുടെ കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവയും
അതുപോലെ കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ചേരുന്നതിനെയാണ് നമ്മൾ പൊതുവെ ദക്ഷിണേന്ത്യ എന്ന് വിളിക്കുന്നത്. ഇതാണ് ദക്ഷിണേന്ത്യ. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച ചില വാക്കുകളുടെ പിക്ചേഴ്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. തൊപ്പിക്കല്ല്, കുടക്കല്ല്, അതുപോലെ മുനിയറ, ഇവയൊക്കെയാണ് അത്. ഇവ മഹാശിലാ സ്മാരകങ്ങളാണെന്ന് പറഞ്ഞു. മറ്റ് ചില മഹാശിലാ സ്മാരകങ്ങളാണ് കല്ലറ, നാട്ടുകല്ല് തുടങ്ങിയവയൊക്കെ. അപ്പൊ ഈ പിക്ചറിൽ നിന്ന് നമുക്ക് അവയെ തിരിച്ചറിയാൻ പറ്റണം. കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പഠിക്കുന്നതിനായിട്ട്, മനസ്സിലാക്കുന്നതിനായിട്ട്. ഓക്കെ, അപ്പൊ ഈ മഹാശിലാ സ്മാരകങ്ങളൊക്കെ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. ഇവയെല്ലാം ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടതാണ്. തൊപ്പിക്കല്ല്, മുനിയറ, കുടക്കല്ല്, കല്ലറ, നാട്ടുകല്ല് എന്നിവയൊക്കെ. മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരുന്നത്. മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്നതിനായിട്ടുള്ള ഇത്തരത്തിലുള്ള ശവസംസ്കാര രീതിക്കാണ് ഇവ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളം കണ്ടെത്തിയതിനാൽ ഈ കാലഘട്ടത്തെ ഇരുമ്പുയുഗം എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് ഒരു മഹാശിലാ സ്മാരകങ്ങളാണ്. ഇവ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന കാലഘട്ടത്തെയാണ്, മഹാശിലാ സ്മാരകങ്ങളുടെ കാലഘട്ടത്തെയാണ് മഹാശിലായുഗം എന്ന് വിളിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തെയാണ് മഹാശിലായുഗം എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള മഹാശിലാ സ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയത് കൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിന് മറ്റൊരു പേര് കൂടി വന്നു. എന്താണ്? ഇരുമ്പുയുഗം എന്ന്. ഇരുമ്പുയുഗം. ഇവിടെ അടക്കം ചെയ്തിട്ടുള്ള ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അവരുപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയും മഹാശിലാ സ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് എന്നും രേഖകളിൽ പറയുന്നുണ്ട്. ഇവിടെ ശവസംസ്കാരം എന്ന് പറയുമ്പോൾ ശവം ദഹിപ്പിക്കുക, മൃതശരീരങ്ങൾ പക്ഷിമൃഗാദികൾക്ക് ഇട്ടുകൊടുക്കുക, കുഴിച്ചു മൂടുക, അതുപോലെ ഭൂമിക്കടിയില് കല്ലുകൊണ്ടുള്ള അറയുണ്ടാക്കി അതിൽ അടക്കം ചെയ്യുക എന്നൊക്കെ അർത്ഥം വരുന്നുണ്ട് കേട്ടോ. ഇത്തരത്തിൽ നമ്മൾ നന്നങ്ങാടി എന്നൊക്കെ കേട്ടിട്ടില്ലേ? വലിയ മൺഭരണി കുഴിച്ചു വെച്ചുകൊണ്ട് ശവം അതിനുള്ളിലാക്കി മൂടുക. ഇങ്ങനെയുള്ള 5 തരത്തിലുള്ള ശവസംസ്കാര രീതികളാണ് പ്രാചീന കാലത്ത് നിലനിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവയെല്ലാം തന്നെ ശവസംസ്കാര രീതികളുമായി ബന്ധപ്പെട്ട പേരുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. തൊപ്പിക്കല്ല്, കുടക്കല്ല്, മുനിയറ, കല്ലറ, നാട്ടുകല്ല്, അതുപോലെ നന്നങ്ങാടി, ഇവയെല്ലാം തന്നെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ ഇത് ഇവിടെ തന്നിരിക്കുന്ന ഒരു ആക്ടിവിറ്റി ഒന്ന് ചെയ്ത് നോക്കാം. ദക്ഷിണേന്ത്യയിലെ മഹാശിലാ സ്മാരകങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വർക്ക്ഷീറ്റ് ആണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? പ്രധാന മഹാശിലാ സ്മാരകങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലെ മഹാശിലാ സ്മാരകങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മറയൂർ. നമ്മൾ നേരത്തെ പഠിച്ചതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലെ മഹാശിലാ സ്മാരകത്തിന് ഉദാഹരണം ഏതാണ്? ആദിച്ചനല്ലൂർ. ആദിച്ചനല്ലൂർ ഓർക്കുന്നുണ്ടോ? ആന്ധ്രാപ്രദേശിൽ നാഗാർജുനകൊണ്ട, കർണാടകത്തിൽ ബ്രഹ്മഗിരി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലാ സ്മാരകങ്ങൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോ പഠിച്ചോളൂ. ഏതൊക്കെയാണ്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, നാട്ടുകല്ല്, കല്ലറ, മുനിയറ എന്നിവയൊക്കെയാണ് പ്രധാനപ്പെട്ട ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലാ സ്മാരകങ്ങൾ. ഇനി ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അടക്കം ചെയ്തിരുന്ന വസ്തുക്കൾ ഏതാണ്? ആ വ്യക്തി ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങൾ, ഉപകരണങ്ങൾ, ആയുധങ്ങൾ, പാത്രങ്ങൾ, ഇവയൊക്കെയാണ് അടക്കം ചെയ്തിരുന്ന വസ്തുക്കൾ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ദക്ഷിണേന്ത്യയിലെ ഇരുമ്പു യുഗത്തിലേക്ക് കടക്കാം. ഈ ഒരു പിക്ചറിലേക്ക് ശ്രദ്ധിച്ചേ. ഇപ്പൊ ക്ലിയർ ആയിട്ട് കാണാമല്ലോ. ഈ ഒരു പിക്ചറിലേക്ക് നോക്കിക്കേ, എന്തൊക്കെയാണ് ഇതിൽ കാണാൻ പറ്റുന്നത്? ഇത് തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂർ, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ആദിച്ചനല്ലൂരിൽ നിന്നും കണ്ടെത്തിയ ഇരുമ്പായുധങ്ങളും അതുപോലെ ഉപകരണങ്ങളുമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതിൽ എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ആയുധങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇവയുടെ ആകൃതിക്ക് വ്യത്യാസമുണ്ട്, ഓരോന്നിന്റെയും വലിപ്പം വ്യത്യാസമുണ്ട്, അതുപോലെ ചിലവ ഭയങ്കര ഷാർപ്പാണ്, ചിലത് അങ്ങനെ അല്ല. അത്തരത്തിലൊക്കെ നിർമ്മിച്ചിട്ടില്ലേ? ഓക്കെ, അപ്പൊ അത്തരത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആയുധ ശേഖരം ഇവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കത്തി, വാൾ, അരിവാൾ, കുന്തമുന, മുക്കാലിപ്പീഠം, ഇതാട്ടോ മുക്കാലിപ്പീഠം, വിളക്കുകൾ മുതലായവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്.
ഇരുമ്പിന്റെ ഉപയോഗം മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതിക്ക് കാരണമായി. ഇരുമ്പ് കണ്ടെത്തിയത് കൊണ്ട് എന്താണ്? മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതിയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഭക്ഷണ ശേഖരത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലാ സംസ്കാരം എന്ന് പറയുന്നത്. ഭക്ഷണ ശേഖരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആദിമ മനുഷ്യർ എങ്ങനെയാണ് ഭക്ഷണ ശേഖരത്തിൽ നിന്നും ഭക്ഷണ ഉൽപാദനത്തിലേക്ക് പുരോഗമിച്ചു. പിന്നീട് ഓരോ ആയുധങ്ങളുടെയും മറ്റും പുരോഗമനവും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഭക്ഷണ ശേഖരണത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്ക് പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലാ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഇരുമ്പിന്റെ ഉപയോഗം എന്താണ്? മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതിക്ക് കാരണമാവുകയാണ് ചെയ്തത്. അവർ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത രീതിയിലുള്ള ആകൃതിയിലും വലിപ്പത്തിലും ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്ന തരത്തിലുള്ള ആയുധങ്ങളുടെ ഒരു ശേഖരമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി നമുക്ക് ദക്ഷിണേന്ത്യയുടെ രാഷ്ട്ര രൂപീകരണത്തിലേക്കാണ് കടക്കേണ്ടത്. ഇത് കണ്ടോ, ഇന്ത്യയുടെ മാപ്പിൽ ഈ ഒരു ഭാഗമാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതാണ് പ്രാചീന തമിഴകം എന്ന് അറിയപ്പെടുന്ന ഭാഗം. ഇവിടെ ചേരർ, പാണ്ഡ്യർ, ചോളർ എന്നിവരൊക്കെ ഭരിച്ചിരുന്ന തമിഴകത്തിന്റെ ഭാഗമാണ് ഇത്. ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന ഒരു റീജൻ ആണെന്ന് പറയാൻ പറ്റും? അതവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ഒരു പിക്ചറിൽ തന്നിട്ടുള്ള ഈ ഒരു നിറം നൽകിയിരിക്കുന്ന ഭാഗങ്ങളിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ, ഇന്നത്തെ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്? ഏതൊക്കെയാണ്? ഇത് ഇവിടെ കർണാടകം വരുന്നുണ്ട്, ഇവിടെ ആയിട്ട് കർണാടകം വരുന്നുണ്ട്, നമ്മുടെ കേരളം ഉൾപ്പെടുന്നുണ്ട്, അതുപോലെ തമിഴ്നാട് വരുന്നുണ്ട്, ആന്ധ്രാപ്രദേശിന്റെ ഭാഗവും ഇവിടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ്? കർണാടകം, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ് എന്നതാണ്. ഭൂപടത്തിൽ നിറം നൽകിയിരിക്കുന്ന ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് തമിഴകം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ ഒരു ഭാഗം പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് തമിഴകം എന്നാണ്. പ്രാചീന തമിഴകത്തെ കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് പഴന്തമിഴ് പാട്ടുകൾ എന്നത്. പിന്നീട് നമുക്ക് പറയാം നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ തുടങ്ങിയവയൊക്കെ. പ്രാചീന തമിഴകത്തെ കുറിച്ച് വിവരം ലഭിക്കുന്ന ചരിത്ര സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ തുടങ്ങിയവയൊക്കെ. ഇവയിൽ തന്നെ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് നമുക്ക് എവിടെ നിന്നാണ്? പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമായിട്ടുള്ള സംഘ സാഹിത്യ കൃതികളിൽ നിന്നാണ്. സംഘ സാഹിത്യങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതാണ് നമ്മൾ ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ പ്രാചീന തമിഴകത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന ചരിത്ര സ്രോതസ്സുകളിൽ ഒന്നാണ് എന്ത്? പഴന്തമിഴ് പാട്ടുകൾ. ഇവയുടെ സമാഹാരമായിട്ടുള്ള സംഘ സാഹിത്യങ്ങളിൽ നിന്ന്. അപ്പൊ എന്താണ് സംഘകൃതികൾ എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും സംഘം കൃതികൾ എന്ന് പറഞ്ഞാൽ സംഘം കൃതികളെ പൊതുവിൽ അകം പാട്ടുകൾ എന്നും പുറം പാട്ടുകൾ എന്നും രണ്ടായി തിരിച്ചിരിക്കുന്നു. കുടുംബ സംഘം കൃതികൾ എന്നാൽ രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് അകം പാട്ടുകൾ, രണ്ട് പുറം പാട്ടുകൾ. ഇനി എന്താണ് അകം പാട്ടുകൾ? അതായത് കുടുംബ ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്ന പാട്ടുകളാണ് അകം പാട്ടുകൾ. കുടുംബ ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് അകം പാട്ടുകൾ. സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായിട്ടുള്ള ജീവിതത്തെ പരാമർശിക്കുന്നത് എന്താണ്? പുറം പാട്ടുകളാണ്. സാമ്പത്തികം, രാഷ്ട്രീയം, സൈനികം എന്നീ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജീവിതത്തെ പരാമർശിക്കുന്ന പാട്ടുകളാണ് പുറം പാട്ടുകൾ. അപ്പൊ ഇവയാണ് സംഘം കൃതികൾ എന്ന് പറയുന്നത്. ഇനി ഇവിടേക്ക് നോക്കിക്കേ, എന്താണ് സംഘ സാഹിത്യം എന്ന രീതിയിലേക്കാണ് പറഞ്ഞു പോകുന്നത്. നോക്കാം. ആദ്യം ഇവിടെ പുറനാനൂറിൽ നിന്നുള്ള രണ്ട് വരികളാണ് തന്നിട്ടുള്ളത്. യാതും ഊരെ യാവരും കേളിർ, തീതും നൻറ്റും പിറർ തരവാര. പുറനാനൂറിലെ വരികളാണ്. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ നാട് തന്നെയാണ്, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്, തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല എന്നാണ് ഈ രണ്ട് വരികളുടെ അർത്ഥം. ഈ രണ്ട് വരികൾ നിന്നിട്ട് ഇത് ഏത് എഴുത്തിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് കൃതിയിൽ നിന്നാണ് എന്ന രീതിയിലൊക്കെ ചോദിച്ചാൽ ഇത് പുറനാനൂറിലെ വരികളാണ് എന്ന് നമുക്ക് തിരിച്ചറിയണം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിവിടെ തമിഴകത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഇനി നമുക്ക് എന്താണ് സംഘങ്ങൾ എന്ന രീതിയിലേക്കൊക്കെ പഠിക്കാം. മധുര കേന്ദ്രമാക്കിക്കൊണ്ട് നമ്മൾ മാപ്പിൽ കണ്ടില്ലേ, ഇതാണ് മധുരൈ കേന്ദ്രമാക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വന്നിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയാണ് പൊതുവെ സംഘങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. അവരുടെ കൃതികളാണ് സംഘകൃതികൾ. അതായത് മധുരൈ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയാണ് സംഘങ്ങൾ.
ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ എന്താണ്, സംഘം കൃതികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തെ സംഘകാലം എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. പുറനാനൂറ്, ഇവിടെ നമ്മൾ കണ്ടില്ലേ പുറനാനൂറ് പോലെയുള്ള നിരവധി സാഹിത്യകൃതികൾ സംഘകാലത്തെ രചിക്കപ്പെട്ടിട്ടുള്ളവയാണ്. അവയിൽ പ്രധാനപ്പെട്ട കൃതികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഏതാണ്? ഒന്ന് അകനാനൂറ്, പിന്നെ കുറുന്തൊക്കൈ, നറ്റിണൈ, പതിറ്റുപത്ത് എന്നിവയൊക്കെ. പുറനാനൂറ് നമ്മൾ നേരത്തെ പറഞ്ഞു. പുറനാനൂറ്, അകനാനൂറ്, പതിറ്റുപത്ത്, നറ്റിണൈ, കുറുന്തൊക്കെ ഇവയൊക്കെ പ്രധാനപ്പെട്ട സംഘ സാഹിത്യ കൃതികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇത് കൂടാതെ സംഘ സാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെ കുറിച്ച് നമുക്ക് വിവരം നൽകുന്ന മറ്റ് തമിഴ് സാഹിത്യ കൃതികളാണ് തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല എന്നിവയൊക്കെ. തിരുക്കുറൽ നമ്മൾ കേട്ടില്ലേ, കന്യാകുമാരിയിലെ തിരുവള്ളുവർ പ്രതിമയൊക്കെ കേട്ടില്ലേ, അദ്ദേഹത്തിന്റെ രചനയാണ് തിരുക്കുറൽ. അതുപോലെ ചിലപ്പതികാരം നമ്മൾ കേട്ടില്ലേ, കണ്ണകിയുടെയും കോവലന്റെയും ഒക്കെ കഥ. അപ്പൊ ചിലപ്പതികാരം, മണിമേഖല ഇവയൊക്കെ തന്നെ എന്താണ്, നമ്മുടെ തമിഴകത്തെ കുറിച്ച് വിവരം നൽകുന്ന തമിഴ് സാഹിത്യ കൃതികളാണ്. അപ്പൊ അവയെ കുറിച്ച് വിശദമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തിരുക്കുറൽ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് തിരുക്കുറൽ എന്നത്. തിരുവള്ളുവരാണ് ഈ ഒരു ഗ്രന്ഥത്തിന്റെ രചയിതാവ്. തിരുക്കുറൽ രചയിതാവ് ആരാണ്? തിരുവള്ളുവറാണ്. ചോദിച്ചിട്ടുണ്ട് കേട്ടോ, നോട്ട് ചെയ്യണേ. തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് തിരുക്കുറൽ. തിരുക്കുറലിന്റെ രചയിതാവ് തിരുവള്ളുവരാണ്. ഇനി ചിലപ്പതികാരം, കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിന്റെ രചയിതാവ് ഇളങ്കോവടികളാണ്. കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന കഥയാണ് ചിലപ്പതികാരം. മണിമേഖല ഈ കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്നതാണ്. ഈ ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെയും കോവലന്റെയും മകളാണ് മണിമേഖല. ഈ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല എന്നത്. രചയിതാവ് ആരാണ്? ചിത്തലൈ ചാത്തനാറാണ് ഈ ഒരു മണിമേഖല എന്ന കൃതി രചിച്ചിട്ടുള്ളത്. ചിത്തലൈ ചാത്തനാർ. അപ്പൊ ഇവിടെ കൃതിയും അതുപോലെ രചയിതാവും പ്രധാനപ്പെട്ടതാണ്, പഠിക്കണം. തിരുക്കുറൽ രചിച്ചത് തിരുവള്ളുവരാണ്. ചിലപ്പതികാരത്തിന്റെ രചയിതാവ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇളങ്കോവടികൾ. മണിമേഖല രചിച്ചത് ചിത്തലൈ ചാത്തനാറാണ്. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലേക്ക് കടക്കാം. അതെങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് നോക്കാം. സംഘം കൃതികൾ ഉൾപ്പെട്ട പഴന്തമിഴ് പാട്ടുകളിൽ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സംഘം കൃതികളിൽ ഉൾപ്പെട്ട ഒരു തരം പാട്ടുകളാണ് പഴന്തമിഴ് പാട്ടുകൾ. അതില് ഇത്തരത്തിലുള്ള പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ എന്തൊക്കെയാ പറയുന്നത്? സാമൂഹിക ജീവിതം, കൃഷി, കാലിമേയ്ക്കൽ, ഉപ്പുകുറുക്കൽ, വിഭവങ്ങളുടെ കൈമാറ്റം എന്നിവയെ കുറിച്ചെല്ലാം തന്നെ ഈ പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ജനതയുടെ സാമൂഹിക ജീവിതം എങ്ങനെയായിരുന്നു, കൃഷി, അതുപോലെ കാലിമേയ്ക്കൽ, ഉപ്പുകുറുക്കൽ, വിഭവങ്ങളുടെ കൈമാറ്റം ഇവയെ കുറിച്ചൊക്കെ തന്നെ ഈ പഴന്തമിഴ് പാട്ടുകളിൽ പരാമർശിക്കുന്നുണ്ട്. അത്തരത്തിലൂടെയാണ് നമുക്ക് ഇവിടുത്തെ വിവരങ്ങളൊക്കെ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അവരുടെ സാമൂഹിക ജീവിതത്തിലും സാമ്പത്തിക ജീവിതത്തിലും ഉണ്ടായിരുന്ന സവിശേഷതകൾ എന്നാണ് ഇനി നോക്കുന്നത്. സാമൂഹിക ജീവിതം നോക്കുകയാണെങ്കിൽ സംഘകാലത്തെ സാമൂഹിക ജീവിതത്തിൽ സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സ്ത്രീ പുരുഷ സമത്വം പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പൊ സംഘകാല ജീവിതത്തിൽ സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. അതുപോലെ സാമൂഹികമായ അവിടെ വേർതിരിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. തൊഴിലിനെ അടിസ്ഥാനമാക്കി മാത്രമാണ് അവിടെ ഒരു സാമൂഹിക വിഭജനം ഉണ്ടായിരുന്നത്. അല്ലാതെ മറ്റൊരു തരത്തിലുള്ള സാമൂഹിക വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. ലിംഗഭേദങ്ങളും സംഘകാല സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. ഇനി സാമ്പത്തിക ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു തൊഴിലിനെ അടിസ്ഥാനമാക്കി സാമൂഹിക വിഭജനം ഉണ്ടായിരുന്നു. അപ്പൊ കൃഷിയായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം എന്ന് പറയുന്നത്. കൃഷിയായിരുന്നു ആ ഒരു കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. ഇത് കൂടാതെ കന്നുകാലി മേയ്ക്കൽ, മീൻപിടുത്തം, വേട്ടയാടൽ ഇവയൊക്കെ ഉപജീവന മാർഗങ്ങളിൽ ഉൾപ്പെട്ടതായിരുന്നു. എന്നിരുന്നാൽ കൂടി പ്രധാനപ്പെട്ടത് കൃഷി തന്നെയായിരുന്നു. ഇവിടെ വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു എന്നതിന് തെളിവുകളുണ്ട് കേട്ടോ.
അപ്പോ സംഘകാല സാഹിത്യ കൃതികൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. കുരുമുളകും മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളുമായിരുന്നു പ്രധാനമായും വിദേശികൾ വാങ്ങിയിരുന്നത്. ഇതുകൂടാതെ ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു എന്ന് പറയുന്നു. കുരുമുളകും മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളും ഒക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെമ്പ്, വെള്ളി, സ്വർണം പോലെയുള്ളവ ഇവിടേക്ക് കൊണ്ടുവരികയും ചെയ്തിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു ജീവിതം, ജനജീവിതം ഉണ്ടായിരുന്നത്? ഇവര് തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള വിഭജനമായിരുന്നു ഉണ്ടായിരുന്നത്. ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുപോലെ സാമൂഹികമായ മറ്റ് വേർതിരിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. സംഘകാലത്തിലെ സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരു വേർതിരിവും ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, സാമൂഹികമായ സമത്വവും സ്വാതന്ത്ര്യവും ഒക്കെ അക്കാലത്ത് ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് സമൂഹത്തിൽ ഉന്നത പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നു. സംഘകാലത്തില് സമൂഹത്തിൽ ബഹുഭാര്യത്വമോ അല്ലെങ്കിൽ ശൈശവ വിവാഹമോ ഇവയ്ക്കൊക്കെ അനുമതി നിഷേധിച്ചിരുന്നതും അതുപോലെ വിധവാ വിവാഹം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കാലത്തെ സാംസ്കാരിക പുരോഗതികളുടെ തെളിവായിട്ടൊക്കെ ഇതിനെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. നമ്മളിവിടെ പറഞ്ഞതുപോലെ സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു എന്ന് പറയുന്നത് തന്നെ അത്തരത്തിലൊരു പുരോഗതിയുടെ തെളിവായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ്. ഇനി നമുക്ക് തിണകളെ കുറിച്ച് പരിചയപ്പെടാം. എന്താണ് തിണകൾ എന്ന് വെച്ചാല്, സംഘകാല കൃതികളിൽ ഭൂവിഭാഗങ്ങളെ 5 തിണകളായിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാല്, ഇവിടെ ഭൂപ്രകൃതി അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങളായിട്ട് നിലനിന്നിരുന്നതായി സംഘകാല കൃതികളിൽ പരാമർശിച്ചിരിക്കുന്നവയാണ് ഐന്തിണകൾ. 5 തിണകൾ എന്ന് പറയുന്നത്. 5 തരത്തിലാണ് ഭൂവിഭാഗങ്ങളെ തിരിച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഇവയൊക്കെയാണ് ആ 5 തിണകൾ. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ എന്നിവയാണ് ഈ 5 തിണകൾ. ഇവയിൽ ഓരോ തിണയിലെയും ഭൂവിഭാഗങ്ങൾക്കനുസരിച്ച് വ്യത്യാസമുള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങളുടെ ജീവിത രീതിയും അവിടുത്തെ ഉപജീവന മാർഗവും ഒക്കെ വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങൾ എറണാകുളത്ത് നടന്നിട്ടുണ്ടായിരുന്ന, കൊച്ചിയിൽ അടുത്ത് നടന്നിട്ടുണ്ടായിരുന്ന മനോരമ ഹോർത്തൂസിൽ പങ്കെടുക്കുകയോ അവയെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോസിലും മറ്റും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അവിടെ ഓരോ സ്റ്റേജിനും അവർ കൊടുത്തിട്ടുണ്ടായിരുന്ന പേരുകൾ ഈ 5 തിണകളുടെ ആയിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? അവരുടെ ഡീറ്റെയിൽസും ചെറുതായിട്ട് അവർ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട 5 തിണകൾ. നമുക്ക് ഓരോന്നും നോക്കാം. ഒന്നാമത്തെ തിണ എന്ന് പറയുന്നത് കുറിഞ്ചിയാണ്. കുറിഞ്ചി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കാട്, മല എന്നിവയൊക്കെ ഉൾപ്പെടുന്നതാണ്. കുറിഞ്ചി എന്നാല് കാട്, മല ഉൾപ്പെടുന്ന പ്രദേശമാണ്. ഇവിടുത്തെ ഉപജീവന മാർഗം വനവിഭവങ്ങളുടെ ശേഖരണവും അതുപോലെ തന്നെ വേട്ടയാടലും ഒക്കെ ആയിരിക്കും. കാടും മലയും ഒക്കെ അല്ലെ. അപ്പൊ വനവിഭവങ്ങളുടെ ശേഖരണവും വേട്ടയാടലുമാണ് കുറിഞ്ചിയിലുള്ള ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഇവിടെ ഈ 5 തിണകളും PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട്. 5 തിണകൾ ഏത് തരം ഭൂസവിശേഷത ഉൾക്കൊള്ളുന്നതാണ് എന്ന രീതിയിൽ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് പോലെ നമ്മൾ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള പോലെ ചോദിക്കാറില്ലേ? അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തിന്. അപ്പോൾ കുറിഞ്ചി എന്താണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. അതുപോലെ തന്നെ എല്ലാം തന്നെ കൃത്യമായി ഓരോ തിണകളും ഏത് തരം ഭൂസവിശേഷതയിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ കുറിഞ്ചി എന്നാൽ കാട്, മല. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം കുറിഞ്ഞി പൂക്കുന്നത് എവിടെയാ? മലയിലല്ലേ. അപ്പൊ കുറിഞ്ഞി മല അങ്ങനെ വിചാരിക്കാം. അപ്പൊ കുറിഞ്ചി, കാട്, മല. ഇനി മുല്ല എന്ന് പറയും മുല്ലക്കുറ്റിക്കാടുകൾ, മുല്ലയുടെ കാടുകൾ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ വിചാരിക്കാം. നമ്മൾ പഠിക്കാൻ വേണ്ടി എളുപ്പത്തിന് നോക്കുന്നല്ലോ കേട്ടോ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ മുല്ലൈ എന്നാൽ എന്താണ്? പുൽമേടുകളും കുറ്റിക്കാടുകളുമാണ്. മുല്ലൈ കുറ്റിക്കാടുകളും പുൽമേടുകളുമാണ്. പ്രധാനമായിട്ടുള്ള ഉപജീവന മാർഗം എന്ന് പറയുന്നത് കന്നുകാലി മേയ്ക്കലാണ്. കന്നുകാലി മേയ്ക്കൽ. പാലൈ എന്താണ്? വരണ്ട പ്രദേശമാണ്. വരണ്ട പ്രദേശത്തെയാണ് പാലൈ എന്ന് പറയുന്നത്. കൊള്ളയും കവർച്ചയും ഒക്കെയാണ് അവിടുത്തെ ജനങ്ങൾ ഉപജീവനമായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. കൊള്ളയും കവർച്ചയും ഒക്കെയാണ്. വരണ്ട പ്രദേശമാണ് പാലൈ. മരുതത്തിലേക്ക് വരുമ്പോൾ മരുതം എന്നാൽ വയൽ പ്രദേശമാണ്. മരുതം വയൽ പ്രദേശം. വയലിൽ എന്താണ്? കൃഷി ചെയ്യും. അപ്പൊ കൃഷിയാണ് ഉപജീവന മാർഗം. നെയ്തലിലേക്ക് വരുമ്പോൾ നെയ്തൽ തീരപ്രദേശമാണ്. തീരപ്രദേശം. മീൻപിടുത്തവും ഉപ്പുകുറുക്കലും ഒക്കെയാണ് പ്രധാനപ്പെട്ട ഉപജീവന മാർഗം. തീരപ്രദേശം അല്ലേ, അപ്പൊ അവിടെ മീൻപിടുത്തമായിരിക്കും കൂടുതലായിട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. പിന്നെ കടൽ വെള്ളം ആയതുകൊണ്ട് തന്നെ ഉപ്പ് കുറുക്കിയവർ
ജീവിക്കുന്നു. അപ്പൊ ഇവ അഞ്ചും തന്നെയാണ് പ്രധാനപ്പെട്ട തിണകൾ. കുറിഞ്ചി കാട് മല, മുല്ലൈ പുൽമേടുകൾ കുറ്റിക്കാട്, പാലൈ വരണ്ട പ്രദേശം, മരുതം വയൽ പ്രദേശം, നെയ്തൽ തീരപ്രദേശം. കുറിഞ്ചി കുറിഞ്ഞിക്കാട്, കുറിഞ്ഞിമല എന്നോർക്കാം. മുല്ലൈ മുല്ലക്കുറ്റിക്കാടുകൾ, മുല്ലക്കാടുകൾ, മുല്ലമേടുകൾ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഓർക്കാം. പാലൈ എന്നാൽ പാലപ്പൂ ഉള്ള പ്രദേശം, വരണ്ട പ്രദേശമാണ് നമുക്ക് കരുതാം. ഓക്കെ, അപ്പൊ നമുക്കത് കുറച്ച് ഓർത്തിരിക്കാൻ പറ്റും. പിന്നെ മരുതം എന്ന് പറഞ്ഞാൽ മരതകം പച്ച നിറമാണ്. പച്ച നിറം വയൽ പ്രദേശത്താണ് പച്ച നിറം. അപ്പൊ പച്ച നിറം കൃഷിയെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന രീതിയിൽ വേണമെങ്കിൽ മരുതം, മരതകം, വയൽ പ്രദേശം, കൃഷി എന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. നെയ്തൽ എന്ന് പറയുമ്പോൾ മലയാളത്തില് കടലോരം എന്ന് തന്നെയാണ് നെയ്തൽ എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്. അപ്പോൾ തീരപ്രദേശം, നെയ്തൽ, മീൻപിടുത്തം, ഉപ്പുകൂർക്കൽ എന്നത് ഓർത്തിരിക്കാം. ഓക്കെ, ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ മറ്റ് തിണകളുമായി കൈമാറ്റം ചെയ്യപ്പെടുന്നു. നമ്മൾ പഠിച്ചില്ലേ ബാർട്ടർ സിസ്റ്റം. ഓക്കെ, അപ്പൊ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ വിഭവങ്ങളുടെ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. കൈമാറ്റം പിന്നീട് വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. പിന്നീട് ഈ വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടി എന്ന് അറിയപ്പെട്ടു. ഈ വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അങ്ങാടി. എന്താണ് അങ്ങാടികൾ? അങ്ങാടി എന്ന് പറഞ്ഞാല് പ്രാചീന തമിഴകത്തെ അങ്ങാടികളായിരുന്നു അല്ലലാവണവും നാളങ്ങാടിയും. അല്ലലാവണം എന്ന് പറഞ്ഞാലും നാളങ്ങാടി എന്ന് പറഞ്ഞാലും പ്രാചീന തമിഴകത്തെ അങ്ങാടികൾക്ക് ഉദാഹരണങ്ങളാണ്. ഇതിൽ തന്നെ അല്ലലാവണം എന്ന് പറഞ്ഞാൽ എന്താണ്? അവ ഈവനിങ്സിൽ ഉള്ളതാണ്, അന്തിച്ചന്തയാണ്. അന്തിച്ചന്തയാണ് അല്ലലാവണം എന്ന് പറഞ്ഞാല്. നാളങ്ങാടി എന്ന് പറഞ്ഞാൽ അവ പകലിലുള്ളതാണ്, പകൽ ചന്തയായിരുന്നു. ഓക്കെ, അല്ലലാവണം, നാളങ്ങാടി എന്നിവ പ്രാചീന തമിഴകത്തെ അങ്ങാടികളാണ്. ഇതിൽ അല്ലലാവണം അന്തിച്ചന്തയും അതുപോലെ നാളങ്ങാടി എന്നാല് പകൽ ചന്തയുമായിരുന്നു. തിണകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ കൈമാറ്റം ചെയ്തിരുന്നു. അപ്പൊ അങ്ങാടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള ഈ ഓരോ തിണകളിലെയും പ്രധാന ആവശ്യങ്ങൾക്കായിട്ടുള്ള ദിനം പ്രതിയുള്ള ദൈനംദിനത്തിനായിട്ടുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു, അങ്ങാടികളിൽ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇനി ഇവിടുത്തെ രാഷ്ട്രീയ വ്യവസ്ഥയെ കുറിച്ച് നോക്കാം. പ്രാചീന തമിഴകത്തിൽ ഭരണം നടത്തിയിരുന്നത് ആരൊക്കെയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു മാപ്പ് കാണിച്ചിട്ട്. ചേരർ, ചോളർ, പാണ്ഡ്യർ നമ്മൾ പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ? ഇതെവിടെ നോക്കിക്കേ, ചേരർ, ചോളർ, പാണ്ഡ്യർ. ഇവരാണ് പ്രാചീന തമിഴകത്തിൽ ഭരണം നടത്തിയിരുന്നവർ. പ്രാചീന തമിഴകത്തിൽ ഭരണം നടത്തിയിരുന്നവരാണ് ചേരർ, ചോളർ, പാണ്ഡ്യർ. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ഈ ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളെ ഒരുമിച്ച് മൂവേന്ദർ അഥവാ മൂവരശർ എന്നാണ് വിളിച്ചിരുന്നത്. മൂവേന്ദർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളാണ്. ഇവരാണ് മൂവരശർ എന്ന പേരിലും അറിയപ്പെടുന്നത്. മൂവേന്ദർ അഥവാ മൂവരശർ. ഓക്കെ, തമിഴകത്തിൽ നിരവധി ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നു എങ്കിലും മൂവേന്ദർക്കായിരുന്നു അധികാര പദവി ഉണ്ടായിരുന്നത്. ഇവിടെ ധാരാളം ഈ തമിഴകം എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടതല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള തമിഴകത്തിൽ എന്താണ് പ്രാചീന തമിഴകം? ഇന്നത്തെ നമ്മുടെ കേരളവും തമിഴ്നാടും കർണാടകയുടെയും ആന്ധ്രാപ്രദേശിന്റെയും തെക്കേ അറ്റത്തുള്ള ഏതാനും ഭാഗങ്ങൾ ചേർന്ന ആ ഒരു ഒറ്റ ഭാഗത്തിനെയാണ് നമ്മൾ തമിഴകം എന്ന് പറഞ്ഞിരുന്നത്. ഈ തമിഴകത്തിൽ നിരവധി ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നു എങ്കിൽ കൂടിയും ഈ ചേര, ചോള, പാണ്ഡ്യ മൂവേന്ദർക്കായിരുന്നു അധികാര പദവി ഉണ്ടായിരുന്നത്. ഈ രാജാക്കന്മാരെ കോ, കോൻ, കൊടുംകോ എന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. കോ, കോൻ, കൊടുംകോ എന്നും വിളിച്ചിട്ടുണ്ടായിരുന്നത് ഇതേ മൂവരശർ മൂവേന്ദർമാരെ ആയിരുന്നു. ഈ മൂവേന്ദരുടെ തലസ്ഥാനം ഏതാണെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. മൂവേന്ദർ ഏതൊക്കെയാണ്? ചേര, ചോള, പാണ്ഡ്യ. ചേരാസ്, ചോളാസ് ആൻഡ് പാണ്ഡ്യാസ് ആണ്. അപ്പൊ ഇവിടെ ചേരാസിന്റെ ക്യാപിറ്റൽ ഏതാ വരുന്നതെന്ന് വെച്ചാൽ വാഞ്ചിയാണ് കേട്ടോ. വാഞ്ചിയാണ് ചേരാസിന്റെ ക്യാപിറ്റൽ ആയിട്ട് വരുന്നത്. ചോളാസിന്റെ ആവുമ്പോ ഉരയൂറാണ്. ആദ്യം ഉരയൂറായിരുന്നു, പിന്നീട് അത് മാറി പുഹാർ, പിന്നീട് തഞ്ചാവൂർ ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. ചോളാസിന്റെ ഇതിൽ മാറ്റം വരുന്നുണ്ട്. പാണ്ഡ്യാസിന്റെ ക്യാപിറ്റൽ മധുരയാണ്. നമുക്കിനി ഇവിടെ മാപ്പിൽ നോക്കിയാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇത് കണ്ടോ, ചേരാസിൻ്റെത് വാഞ്ചിയാണ്,
പാണ്ഡ്യാസിൻ്റെത് മധുരൈ, ചോളാസിൻ്റെത് ഉരയൂർ ആണ്. മാപ്പിൽ നിന്ന് കുറച്ചുകൂടെ ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഈ ഒരു തമിഴകം ഭരിച്ചിരുന്നത് മൂവേന്തന്മാരാണെന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ഇവരുടെ ഭരണം സംഘകാലത്തിന് ശേഷം ചേരരുടെ നിയന്ത്രണത്തിന് കീഴിലായ ഈ പ്രദേശത്ത് പിന്നീട് പെരുമാക്കന്മാർ എന്നവർ ഭരണത്തിന്റെ കീഴിലാക്കി മാറ്റി, ഇവരുടെ ഭരണത്തിന്റെ കീഴിലാക്കി മാറ്റി. ഈ ഒരു ചേരരുടെ ഭരണത്തിന് ശേഷം പിന്നീട് വന്നിട്ടുണ്ടായിരുന്നത് പെരുമാക്കന്മാരാണ്. അപ്പൊ പെരുമാക്കന്മാരാരാന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. മഹോദയപുരത്തെ പെരുമാക്കൾ സി 9-ാം നൂറ്റാണ്ട്, കോമൺ എറ 9-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം, അന്ന് മഗോദൈ എന്നാണ് അറിയപ്പെട്ടത്. മഹോദയപുരം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ പെരുമാക്കൾ ഭരണം സ്ഥാപിക്കുന്നത്. സി 9-ാം നൂറ്റാണ്ടിലാണ് ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരത്ത് ഈ ഒരു പെരുമാക്കൾ ഭരണം ആരംഭിക്കുന്നത്. ഈ ഒരു മഹോദയപുരം കേന്ദ്രമാക്കിക്കൊണ്ട് പെരുമാൾ ഭരണം ആരംഭിക്കുകയും ഇവർ എന്ത് പേരിലാണ് അറിയപ്പെട്ടത്? പിൽക്കാല ചേരർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പെരുമാക്കൾ പിൽക്കാല ചേരർ എന്ന പേരിൽ അറിയപ്പെട്ടു. പെരുമാക്കളാണ് പിൽക്കാല ചേരർ എന്ന് ചേര രാജാക്കന്മാരുടെ ഭരണത്തിന് ശേഷമാണ് പെരുമാക്കൾ വരുന്നത്. അതുകൊണ്ടാണ് അവർ പിൽക്കാല ചേരർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാൾ, ചേരമാൻ, കുലശേഖര എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചിരുന്നു. ഇവിടുത്തെ രാജാക്കന്മാർ, ഈ പെരുമാക്കൾ പിന്നീട് പെരുമാൾ, ചേരമാൻ, കുലശേഖര എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകൾ പിന്നീട് ശേഖരിച്ചു. അപ്പൊ മഹോദയപുരം ആയിരുന്നു ഇവരുടെ കേന്ദ്രം എന്ന് പറഞ്ഞു. അപ്പൊ മറ്റു വിശദാംശങ്ങളാണ് ഇവിടെ. സി 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം. വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിലെങ്ങും പ്രസിദ്ധമായിരുന്നു മഹോദയപുരം. രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുക്കോദ, ഭാസ്കരരവി എന്നിവർ ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു. രാമരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുക്കോദ, ഭാസ്കരരവി എന്നിവർ മഹോദയപുരത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു. അപ്പൊ ഇതാണ് മഹോദയപുരം. സി 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ പെരുമാക്കന്മാരുടെ ഭരണ തലസ്ഥാനമായിരുന്നു മഹോദയപുരം. ഇനി പെരുമാൾ ഭരണം എങ്ങനെയാണെന്ന് വെച്ചാൽ, പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായിട്ട് അവർ തിരിച്ചിട്ടുണ്ടായിരുന്നു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ പിന്നീട് കരകളായും വിഭജിച്ചു. ഈ ദേശങ്ങളെ പിന്നീട് കരകളായി വിഭജിച്ചു. നാടുകളുടെ ഭരണം നാടുവാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളുമാണ് നിർവഹിച്ചിരുന്നത്. ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശക്കൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു. ആ ഒരു ഹയറാർക്കി മനസ്സിലാവാനാണ് ഇതിങ്ങനെ കൊടുത്തിട്ടുള്ളത്. എന്താണ്? ആദ്യം പെരുമാൾ രാജ്യമാണ്. ഇത് രാജ്യമാണല്ലോ, പെരുമാളിന്റെ ഭരണകാലത്തുള്ള രാജ്യം പെരുമാൾ രാജ്യം. ഇവിടെ നമുക്ക് ഹയറാർക്കി തന്നിട്ടുണ്ട്, ഇത് നോക്കിയാൽ കുറച്ചും കൂടെ മനസ്സിലാവും. പെരുമാൾ രാജ്യം ഭരിച്ചിരുന്നത് ആരാണ്? പെരുമാളായിരുന്നു. ഏറ്റവും ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു. അപ്പൊ പെരുമാൾ രാജ്യം പെരുമാൾ ഭരിച്ചു. പിന്നീട് ആ രാജ്യത്തിനെ എങ്ങനെയൊക്കെ വിഭജിച്ചു? നാടുകളായി ആദ്യം വിഭജിച്ചു. പിന്നീട് ഈ നാടുകളെ പിന്നീട് ദേശങ്ങളായിട്ട് വിഭജിച്ചു. ദേശങ്ങളെ പിന്നീട് കരകളായിട്ട് വിഭജിച്ചു. ഇതില് നാടുകൾ ഭരിച്ചിരുന്നത് ആരാണ്? നാടുവാഴിയാണ്. ദേശങ്ങളെ ഭരിച്ചിരുന്നത് ദേശവാഴിയാണ്. കരകളെ ഭരിച്ചിരുന്നത് പഞ്ചായത്തുകളാണ്. ക്ലിയർ ആണോ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആദ്യം രാജ്യത്തെ നാടുകളായി തിരിച്ചു, നാടുകളെ ദേശങ്ങളായും പിന്നീട് കരകളായും. ഈ നാടുകളുടെ ഭരണം നാടുവാഴി, ദേശത്തിന്റെ ഭരണം ദേശവാഴി, പിന്നീട് ഇവിടെ പറഞ്ഞതുപോലെ കരകളുടെ ഭരണം പഞ്ചായത്തുകൾ. ഏറ്റവും ഉന്നത തലത്തിലുള്ള ഭരണസ്ഥാനം ഉണ്ടായിരുന്നത് പെരുമാളിനാണ്. ക്ലിയർ അല്ലേ? അപ്പൊ കുറച്ചും കൂടെ ഈ ഒരു മാപ്പിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതി, അവരുടെ സാമ്പത്തിക പുരോഗതിയാണ് അടുത്തത്. ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇവരുടെ സാമ്പത്തിക അടിത്തറ ശക്തമായിരുന്നു എന്നാണ്.
ഇവിടെ കൃഷിയോടൊപ്പം തന്നെ വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കൃഷി അഭിവൃദ്ധി പ്രാപിക്കുന്നു, അതിനോടൊപ്പം തന്നെ വാണിജ്യവും പുരോഗതി പ്രാപിച്ചു. വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധ വ്യഞ്ജന വ്യാപാരവും തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കം, അതായത് നികുതിയും പെരുമാൾ രാജ്യത്തിന്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയാർ, നാനാദേശികൾ തുടങ്ങിയ കച്ചവട കേന്ദ്രങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി. നമ്മൾ നേരത്തെ സാമൂഹിക സ്ഥിതി പഠിച്ച സമയത്ത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർക്ക് വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു, കുരുമുളകും മറ്റു സുഗന്ധ വ്യഞ്ജനങ്ങളും വിദേശികൾ വാങ്ങിക്കൊണ്ടുപോയിരുന്നു എന്നൊക്കെ. അപ്പൊ അത്തരത്തിൽ ഇവിടെ എന്താണ്, സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കൊക്കെ കാരണമായിട്ടുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളുമായിട്ട് സുഗന്ധ വ്യഞ്ജന വ്യാപാരം ഉണ്ടായിരുന്നു. അതുവഴി എന്ത് ലഭിച്ചു? നികുതി ലഭിച്ചു, ചുങ്കം ലഭിച്ചു. പെരുമാൾ രാജ്യത്തിന്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വലിയൊരു വഴിത്തിരിവായിരുന്നു ഈ തുറമുഖങ്ങൾ വഴിയുള്ള വ്യാപാരം എന്ന് പറയുന്നത്. അതുപോലെ അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന കച്ചവട സംഘങ്ങളായിരുന്നു അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ എന്നൊക്കെ. ഇത്തരത്തിലുള്ള കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനവും ഈ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് വലിയൊരു കാരണമായി മാറുകയാണ് ചെയ്തത്. ഇവിടുത്തെ സാംസ്കാരിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഇത്തരത്തിൽ പെരുമാക്കന്മാരുടെ ഭരണകാലത്ത് സാംസ്കാരിക രംഗവും വളരെയധികം പുരോഗതി ആർജിച്ച ഒരു കാലഘട്ടമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ചാല്, കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ഇവിടെ കാർഷിക രീതി, കാർഷിക വൃത്തി, കൃഷി എന്നത് വളരെയധികം അഭിവൃദ്ധി പ്രാപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിന്റെ സ്ഥാപനമായിട്ട് മാറുകയാണ് ചെയ്തത്. ക്ഷേത്രങ്ങളുടെ പ്രാധാന്യം വർദ്ധിച്ചു. ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെടുകയാണ് ചെയ്തത്. ജനനം മുതൽ തന്നെ ഒരേ തൊഴിലാണ് ഓരോരുത്തരും ചെയ്തു വന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്താണ്, ഒരേ തൊഴിൽ ചെയ്യുന്നവരെയൊക്കെ ഒരേ ജാതി എന്ന നിലയിൽ ഒരു ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു വരികയാണ് ചെയ്തത്. അപ്പൊ പെരുമാക്കന്മാരുടെ ഭരണകാലത്ത് ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. ഇനി വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അപ്പൊ ഇത്തരത്തിലുള്ള കലകളുടെ വികാസം പ്രാപിച്ച ഒരു കാലഘട്ടമായിരുന്നു ഇത്. വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം ഇവയൊക്കെ അഭിവൃദ്ധി പ്രാപിച്ച ഒരു കാലഘട്ടമായിരുന്നു പെരുമാക്കന്മാരുടെ ഭരണം എന്ന് പറയുന്നത്. അതുകൂടാതെ അനുഷ്ഠാന കലകളായിട്ടുള്ള കൂത്ത്, കൂടിയാട്ടം ഇവയൊക്കെ വികാസം പ്രാപിച്ചതും ഈ ഒരു കാലയളവിലാണ്. അപ്പോ ഇത്തരത്തിലുള്ള കലകളുടെ കൂടെ തന്നെ അനുഷ്ഠാന കലകളായിട്ടുള്ള കൂത്തും കൂടിയാട്ടവും വികാസം പ്രാപിച്ചു. ഇത്തരത്തിലായിരുന്നു ആ ഒരു കാലത്തെ, സംഘകാലത്തിന് ശേഷം ഉണ്ടായിരുന്ന പെരുമാക്കന്മാരുടെ ഭരണകാലത്തെ മാറ്റം, സാംസ്കാരിക ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ കൂത്തിന്റെയും കൂടിയാട്ടത്തിന്റെയും പിക്ചർ തന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ നിങ്ങൾ. ഈ കലാരൂപങ്ങളൊക്കെ ചാക്യാർ കൂത്താണ്, അതുപോലെ കൂടിയാട്ടമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ CE 9-ാം നൂറ്റാണ്ടിൽ ഭരണം ആരംഭിക്കുകയും പിന്നീട് 12-ാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴത്തേക്കും ഈ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമാവുകയാണ് ചെയ്തത്. നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, മഹോദയപുരം 9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ ആയിരുന്നു ഇവരുടെ ഒരു ഭരണം. ആ ഒരു 12-ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും 12-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി. അതോടെ അവരുടെ ഭരണത്തിൻ കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെടുകയും തുടർന്ന് പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന പല നാടുകളും സ്വതന്ത്രമായി മാറുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ ഇതായിരുന്നു പെരുമാക്കന്മാരുടെ ഭരണത്തിന് ശേഷം സംഭവിച്ചത്. അവരുടെ കീഴിലുണ്ടായിരുന്ന പല നാടുകളും സ്വതന്ത്രമായി. ഇത്തരത്തിൽ പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇതാണ് നാടുവാഴി സ്വരൂപങ്ങൾ. പെരുമാക്കന്മാരുടെ ഭരണകാലത്ത് അവരുടെ ഭരണം ശിഥിലമായപ്പോൾ വിഭജിച്ചു പോയി സ്വതന്ത്രമായി മാറിയ നാടുകൾ പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളെയാണ് സ്വരൂപങ്ങൾ എന്ന് പറഞ്ഞിരുന്നത്.
സ്വയംഭരണ പ്രദേശങ്ങളെയാണ് സ്വരൂപങ്ങൾ എന്ന് വിളിച്ചിരുന്നത്. എന്താണ് മക്കത്തായം, മരുമക്കത്തായം? അതാദ്യം ഒന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട്, നോക്കിക്കേ. പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാവകാശ രീതികളാണ് മക്കത്തായവും മരുമക്കത്തായവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ പേരുകളും, അതുപോലെ ഇപ്പൊ എന്താണെന്ന് പറയുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ പിന്തുടർച്ച അവകാശ രീതികളാണ് പ്രധാനമായിട്ടും രണ്ട് തരത്തിൽ. മക്കത്തായം, മക്കൾ തായ് വഴി, മക്കളുടെ വഴിയും, അതുപോലെ മരുമക്കത്തായം, മരുമക്കളുടെ വഴിയുമായിട്ടുള്ളതാണ്. പിന്തുടർച്ച അവകാശ രീതികൾക്ക് വ്യത്യാസം വരുന്നതിനനുസരിച്ച് പേരുകൾ മാറ്റം വരും. അപ്പൊ പിന്തുടർച്ച അവകാശം പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് മക്കത്തായം. പിതാവിൽ നിന്ന് മക്കൾക്ക് വരുമ്പോൾ അത് മക്കത്തായമാകും. എന്നാൽ പിന്തുടർച്ച അവകാശം സഹോദരിയുടെ പുത്രന്മാർക്ക്, മരുമക്കൾക്ക് ലഭിക്കുമ്പോൾ അത് മരുമക്കത്തായമാകും. ഓക്കെ, അപ്പൊ സഹോദരിയുടെ പുത്രന്മാർക്ക്, പിതാവിൽ നിന്ന് സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് മരുമക്കത്തായം. അപ്പൊ മരുമക്കൾക്ക് ലഭിക്കുമ്പോൾ അത് മരുമക്കത്തായവും മക്കൾക്ക് ലഭിക്കുമ്പോൾ അത് മക്കത്തായവും. ഇതാണ് മക്കത്തായവും മരുമക്കത്തായവും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ മരുമക്കത്തായമാണ് കേട്ടോ. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളാണ് സ്വരൂപങ്ങൾ എന്നത്. മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയ കൂട്ടുകുടുംബങ്ങളായിരുന്നു ഈ സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. അപ്പൊ അവിടെ പൊതുവെ ഉണ്ടായിരുന്നത് മരുമക്കത്തായമായിരുന്നു. നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവ അതാണ് ഇനി പറയുന്നത്. കോലോത്തുനാട്, കണ്ണൂരുള്ളതാണ് കോലോത്തുനാട്. നെടിയിരുപ്പ് കോഴിക്കോടാണ്. പെരുമ്പടപ്പ് കൊച്ചിയിലാണ്. തൃപ്പാപ്പൂർ വേണാടാണ്. കേട്ടിട്ടില്ലേ നിങ്ങൾ? നെടിയിരുപ്പ് സ്വരൂപം, പെരുമ്പടപ്പ് സ്വരൂപം, തൃപ്പാപ്പൂർ സ്വരൂപം ഒക്കെ ഇതൊക്കെ സ്വരൂപങ്ങളാണ്. നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഈ പറയുന്നവ. നാടുവാഴി ഭരണത്തിന്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി. ഈ ഒരു നാടുവാഴി ഭരണം വികസിച്ചതോടെ, വ്യാപിച്ചതോടെ, ഇവരുടെ വ്യാപനത്തോടെ എന്ത് സംഭവിച്ചു? ജന്മി സമ്പ്രദായം വ്യാപകമായി വന്നു. ജന്മി സമ്പ്രദായം ഉടലെടുത്തു വന്നു. മധ്യകാല കേരളത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു എന്താണ്? ജന്മി സമ്പ്രദായം എന്ന് പറയുന്നത്. മധ്യകാല കേരളത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു അന്നത്തെ ജന്മി സമ്പ്രദായം. ജന്മി സമ്പ്രദായത്തിന്റെ വ്യാപനത്തിന്റെ ഫലമായിട്ട് നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നു വരികയുമാണ് ചെയ്തത്. അപ്പൊ ഇവയാണ് പ്രധാനപ്പെട്ട നാടുവാഴി സ്വരൂപങ്ങൾ എന്നത് ഓർക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, പ്രധാനപ്പെട്ട നാടുവാഴി സ്വരൂപങ്ങൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോ പറഞ്ഞതുപോലെ കോലോത്തുനാട്, നെടിയിരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂർ അഥവാ വേണാട്. ഈ മാപ്പ് നോക്കിക്കേ. മധ്യകാല കേരളത്തിലെ നാടുകൾ മനസ്സിലാക്കി തരുന്ന വിധത്തിലുള്ള മാപ്പാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇവിടെ കണ്ടോ, വേണാട്, കൊല്ലം, അതുപോലെ വെമ്പലനാട്, കൊടുങ്ങല്ലൂർ, നമ്മൾ നേരത്തെ പറഞ്ഞ മഹോദയപുരം നമുക്ക് കാണാം. അതുപോലെ ഇതാ ഇവിടെ മേലെ നമുക്ക് വള്ളുവനാട്, കുറുമ്പനാട്, ഏഴിമല, കോലത്തുനാട് ഇവയൊക്കെ കാണാം. ഇവയാണ് മധ്യകാല കേരളത്തിലെ നാടുകൾ. ഇനി സ്വരൂപങ്ങളിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട നാടുവാഴി സ്വരൂപങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോലോത്തുനാട് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ് വരുന്നത്. കണ്ണൂർ ഭാഗത്താണ് വരുന്നത് കോലോത്തുനാട്. പിന്നീട് നെടിയിരുപ്പ് സ്വരൂപം ഏത് ജില്ലയിലാണ് വരുന്നത്? നെടിയിരുപ്പ് വരുന്നത് കോഴിക്കോട് ജില്ലയായിട്ട്, കോഴിക്കോട് ഭാഗത്തായിട്ടാണ് കേട്ടോ. പെരുമ്പടപ്പ് കൊച്ചി ഭാഗത്താണ്. തൃപ്പാപ്പൂർ വേണാട് വരുന്നത്, വേണാട് ഭാഗം, തൃപ്പാപ്പൂർ വരുന്നത് വേണാട്, തിരുവനന്തപുരം, തിരുവിതാംകൂർ ഭാഗത്തേക്കായിട്ടാണ്. അപ്പൊ ഇതാണ് ഇവിടെ പറഞ്ഞത്. വിശദമായിട്ട് നമുക്ക് താഴെ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. കോലോത്തുനാട് എവിടെയാണ്? കണ്ണൂർ കേന്ദ്രമാക്കിയുള്ള ഭരണമാണ്. കോലോത്തുനാട് സ്വരൂപത്തിൻ്റെത് കണ്ണൂർ കേന്ദ്രമാക്കിയുള്ളതാണ്. വളരെ 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 പ്രധാനപ്പെട്ടതാണ്. ഇവ ഓരോന്നും ചോദിച്ചിട്ടുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കണം കേട്ടോ. ഭരണാധികാരിയായിരുന്നു കോലോത്തുനാടിന്റെ ഭരണാധികാരി കോലത്തിരി ആയിരുന്നു. കോലത്തിരി. അപ്പൊ വാസ്കോഡഗാമ കപ്പൽ ഇറങ്ങിയിട്ട് കോലോത്തുനാട്ടിൽ പോയി കോലോത്തിരിയെ കണ്ട കഥയൊക്കെ നമുക്ക് ഹിസ്റ്ററിയിൽ പഠിക്കാനുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ പേരൊക്കെ കൃത്യമായി തന്നെ ഓർത്തിരിക്കണം. കോലോത്തുനാട് സ്വരൂപം കണ്ണൂരാണ്. കോലത്തിരിയാണ് ഭരണാധികാരി എന്ന് അറിയപ്പെട്ടിരുന്നത്.
നെടിയിരുപ്പ് സ്വരൂപത്തിലേക്ക് വരുമ്പോൾ നെടിയിരുപ്പ് കോഴിക്കോട് കേന്ദ്രമാക്കി ഭരിച്ചിരുന്നതാണ്. അവിടുത്തെ ഭരണാധികാരി ആരാണ്? നെടിയിരുപ്പ് സ്വരൂപത്തിലെ ഭരണാധികാരി സാമൂതിരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സാമൂതിരി. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ആർക്കാണ്? സാമൂതിരിക്കാണ്. സാമൂതിരി. നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട്, സാമൂതിരിയാണ് ഭരണാധികാരി. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനമുള്ള സാമൂതിരി. പെരുമ്പടപ്പ് സ്വരൂപത്തിലേക്ക് വരുമ്പോൾ എവിടെയാണ് പ്രദേശം? കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായിട്ട് പിന്നീട് മാറിയത്. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി ആസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പിന്നീട് കൊച്ചി രാജവംശം എന്ന പേരിലാണ് പെരുമ്പടപ്പ് സ്വരൂപം അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പൊ പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂർ പ്രദേശം പിന്നീട് പെരുമ്പടപ്പ് എന്ന് അറിയപ്പെട്ടു. പിൽക്കാലത്ത് അവ കൊച്ചി രാജവംശം എന്നും അറിയപ്പെട്ടു. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചിയാണ്. തൃപ്പാപ്പൂരിലേക്ക് വരുമ്പോൾ തൃപ്പാപ്പൂർ സ്വരൂപം വേണാടാണ് വരുന്നത്. കേരളത്തിന്റെ തെക്കേ അറ്റത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്വരൂപമാണ് തൃപ്പാപ്പൂർ സ്വരൂപം. കേരളത്തിന്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്നു. പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായി പരിണമിക്കുകയാണ് ചെയ്തത്. തൃപ്പാപ്പൂർ സ്വരൂപം തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായിട്ട് പിന്നീട് മാറി. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞേ? കോലത്തുനാട്, കണ്ണൂർ, കോലത്തിരിയാണ് ഭരണാധികാരി. നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോട്, ഭരണാധികാരി. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ച സാമൂതിരിയാണ്. പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂരാണ്. പിന്നീട് കൊച്ചി രാജവംശം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. തൃപ്പാപ്പൂർ സ്വരൂപം വേണാടാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സ്വരൂപമാണ് തൃപ്പാപ്പൂർ. പിന്നീട് തിരുവിതാംകൂർ എന്ന നാട്ടുരാജ്യമായിട്ട് പരിണമിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ഇവിടെ പറഞ്ഞ ഈ വേണാട് തിരുവിതാംകൂർ എന്ന ഈ ഒരു ശക്തമായ പ്രബലമായ നാട്ടുരാജ്യമായി പരിണമിച്ചതിന് കാരണം, വികാസം പ്രാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അതുപോലെ പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി രാജ്യമാക്കി മാറ്റിയത് ശക്തൻ തമ്പുരാനാണ് കേട്ടോ. ശക്തൻ തമ്പുരാനാണ്. ഓക്കെ, അതുപോലെ ഇവിടെ നമ്മൾ പറഞ്ഞു മാമാങ്കത്തെക്കുറിച്ച്. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെയാണ് സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചത് എന്ന്. അപ്പൊ മാമാങ്കം എന്താണ്? സാമൂതിരിയുടെ ഒരു പേര് ലഭിക്കാൻ കാരണമായ മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിയിൽ 12 വർഷത്തിൽ ഒരിക്കൽ കൊണ്ടാടിയിരുന്ന ഉത്സവമാണ് മാമാങ്കം. ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിയിൽ 12 വർഷത്തിൽ ഒരിക്കൽ കൊണ്ടാടിയിരുന്ന ഉത്സവമാണ് മാമാങ്കം. വള്ളുവ നാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനാതിരിയിൽ നിന്നും മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം പിൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുത്തു. വള്ളുവ നാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനാതിരിയുടെ കയ്യിൽ നിന്നും പിൽക്കാലത്ത് മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം സാമൂതിരി പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നെടിയിരുപ്പ് സ്വരൂപം കുറച്ചുകൂടെ പ്രശസ്തി ആർജിക്കുന്നത്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ വേണാട് തിരുവിതാംകൂർ എന്ന ഒരു ശക്തമായ നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചതിന് പിന്നിൽ ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു ഇത്. അതുപോലെ ശക്തൻ തമ്പുരാനാണ് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത്. അപ്പൊ അവരിവിടെ നടത്തിയിട്ടുള്ള മാറ്റങ്ങൾ, ഈ ഒരു രാജ്യങ്ങളിൽ നടത്തിയ മാറ്റങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. അനിഴം തിരുനാളിന്റെ കാലത്ത് നടന്നിട്ടുള്ള ചില പരിഷ്കാരങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തു. അതുപോലെ മാടമ്പിമാരെയും അമർച്ച ചെയ്തു. പിന്നീട് എന്താണ്? രാജ്യത്തിന്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. തൃപ്പടിദാനം നടത്തിയത് ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ എന്താണ് തൃപ്പടിദാനം? 1750 ജനുവരി 3-ാം തീയതിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. തിരുവിതാംകൂറിന്റെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന് തന്റെ അധികാരത്തിന്റെ അടയാളമായ ഉടവാൾ അടിയറ വെച്ച്
അദ്ദേഹം പത്മനാഭദാസനായി മാറിയതാണ് തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നത്. അതിരു കവിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ മാറ്റത്തിന്റെ ഭാഗമായിരുന്നു ഇത്. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, രാജ്യത്തിന്റെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി എന്ന്. അത്തരത്തിലുള്ള അതിരു കവിഞ്ഞ ഭൂപ്രഭുത്വ ഭീഷണിയൊക്കെ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തിന്റെ അധികാരം, അദ്ദേഹമല്ല ഭരിക്കുന്നത്, പത്മനാഭദാസനാണ്. അദ്ദേഹം പത്മനാഭദാസന്മാരാണ് തിരുവിതാംകൂർ രാജ്യത്തിന്റെ പിന്നീടുള്ള ഭരണാധികാരികൾ അറിയപ്പെട്ടിരുന്ന പേര് പത്മനാഭദാസന്മാർ എന്നാണ്. അദ്ദേഹത്തിന്റെ അധികാരത്തിന്റെ അടയാളമായിട്ടുള്ള ഉടവാൾ ഭഗവാന്, തിരുവിതാംകൂറിന്റെ കുലദൈവം ശ്രീ പത്മനാഭനാണ്. ശ്രീ പത്മനാഭന് അദ്ദേഹത്തിന്റെ അധികാരം സമർപ്പിച്ച് അടിയറവ് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ദാസനാണ് താനെന്ന് സ്വയം പറയുകയും അതുപോലെ പത്മനാഭദാസനായിട്ട് അദ്ദേഹം മാറുകയും പത്മനാഭദാസനായിട്ട്, പത്മനാഭന്റെ മണ്ണാണിത്, അത് അദ്ദേഹം നോക്കി നടത്തുന്നു എന്ന രീതിയിൽ മാത്രം ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. അതാണ് തൃപ്പടിദാനം എന്ന് പറയുന്നത്. പിന്നീട് ഈ ഒരു തിരുവിതാംകൂറിന്റെ അധികാരികളായി വന്നവരൊക്കെ അറിയപ്പെട്ടിരുന്നത് പത്മനാഭദാസന്മാർ എന്ന പേരിലാണ്. അപ്പൊ ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതാണ് തൃപ്പടിദാനം. എന്നാണ് വർഷം 1750 ജനുവരി 3. ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ഓക്കെ. ഇനി ശക്തൻ തമ്പുരാൻ നടത്തിയിട്ടുള്ള ചില പരിഷ്കാരങ്ങളാണ്. നാടുവാഴികളെ അമർച്ച ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നാടുവാഴികൾ, അത്തരത്തിലുള്ള നാടുവാഴികളെ അമർച്ച ചെയ്തു ശക്തൻ തമ്പുരാൻ. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ചു. PSC ചോദിച്ചിട്ടുണ്ട്. ഇവയെല്ലാം തന്നെ PSC ചോദിച്ചതാണ് കേട്ടോ. തൃശൂർ പൂരത്തിന് തുടക്കം കുറിച്ച രാജാവ് ആരാണ്? ശക്തൻ തമ്പുരാനാണ് തൃശൂർ പൂരത്തിന് ആരംഭം കുറിച്ചത്. ഓക്കെ. പ്രാചീന തമിഴകത്തിന്റെ ഭാഗമായിരുന്ന കേരളം പെരുമാക്കന്മാരുടെ ഭരണത്തോടെ ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായി രൂപപ്പെട്ടു. എന്നാൽ പെരുമാൾ ഭരണത്തിന്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കി. സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായി നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടത് മധ്യകാല കേരളത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിച്ചു. പിൽക്കാലത്ത് ഈ നാടുവാഴി സ്വരൂപങ്ങൾ പിന്നീട് രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കപ്പെട്ടാണ് ഇന്നത്തെ കേരളം രൂപീകൃതമായത്. അതായത് നമ്മൾ നേരത്തെ മാപ്പ് കണ്ടില്ലേ, അതിനകത്ത് നമ്മുടെ കേരളവും ഉൾപ്പെട്ടിരുന്ന ഒരു പ്രദേശമായിരുന്നല്ലോ പ്രാചീന തമിഴകം എന്ന് പറഞ്ഞത്. ഇവിടെ ഭരിച്ചിരുന്ന പിന്നീടുണ്ടായിരുന്ന രാജാക്കന്മാരാരായിരുന്നു? രാജപ്രമുഖന്മാരായിരുന്നു പെരുമാക്കന്മാർ എന്ന് പറഞ്ഞത്. പെരുമാക്കന്മാരുടെ ഭരണത്തോടെ ഈ ഒരു ഭാഗത്ത്, പ്രാചീന തമിഴകത്ത്, ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയൊക്കെ രൂപപ്പെട്ടു വന്നു. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടു, ഈ 12ാം നൂറ്റാണ്ടോടെ ആയപ്പോഴത്തേക്കും പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി പോവുകയും അത് പിന്നീട് സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങൾ, സ്വരൂപങ്ങളൊക്കെയായി മാറുകയും ചെയ്തു എന്ന്. ഇത്തരത്തിൽ സ്വരൂപങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നപ്പോൾ, നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടപ്പോൾ മധ്യകാല കേരളത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങളൊക്കെ മാറ്റിമറിക്കപ്പെടുകയാണ് ചെയ്തത്. ഇത് പിന്നീട് നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങളായി മാറുകയും ഈ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണമൊക്കെ സംഭവിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന വിധത്തിലുള്ള ഒരു കേരളമായിട്ട് രൂപീകരിക്കപ്പെടുന്നത്. ഇതാണ് ഇവിടെ പറഞ്ഞത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ചാപ്റ്റർ. വളരെ എളുപ്പമല്ലേ? വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു തീർത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു ചാപ്റ്റർ അല്ലേ, ചെറിയ ക്ലാസ്സിലെ ചെറിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. എന്നാൽ PSC ചോദിച്ച ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.